ഹലോ വെൽക്കം ബാക്ക് ഷഹാൻ എം എസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മുടെ ലോങ് വീഡിയോസാണ് ഇന്ന്. അപ്പോൾ ഓഗസ്റ്റ് 15 ആയിട്ട് റെഡിയായി ഷോപ്പിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. 9 മണിക്ക് അവിടെ എത്തണം. അപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ചെയ്തു. ഞാൻ എന്നെ തന്നെ ഒന്ന് നോക്കുകയാണ്. കാരണം ഞാൻ വൈറ്റ് ഡ്രസ്സ് അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഫസ്റ്റായിട്ടാണ് വൈറ്റ് ഡ്രസ്സ് ഇടുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഇത് പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓട്ടോയിൽ കയറി പോവുകയാണ്, ഷോപ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ 8:50 ആയിട്ടുണ്ടായിരുന്നു, 55 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലേറ്റ് ആയിട്ടുള്ള ആ ഒരു ടെൻഷനിൻ്റെ ഫേസിൽ നന്നായിട്ട് കാണിക്കുന്നുണ്ട്. കറക്റ്റ് 9 മണിക്ക് പതാക ഉയർത്തും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തിരൂരെത്തി. ഒരു ഷോപ്പും ഓപ്പൺ ആയിട്ടില്ല കേട്ടോ. രാവിലെ അല്ലേ പോകുന്നത്. ഞാൻ ചെന്ന സമയത്ത് പതാകയൊക്കെ ഉയർത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്റ്റാഫുകളാണ്, മാനേജറുണ്ട്, എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഞങ്ങളങ്ങനെ എന്താ പറയുക, ഒരു വിഷമം അങ്ങനെ മാറ്റി തന്നെ പറയാം. നമ്മൾ ഷോപ്പിൽ കയറിയിട്ടുണ്ട്. അവിടുത്തെ സ്റ്റാഫുകളാണ് എല്ലാം നല്ല അടിപൊളി കളറായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓഗസ്റ്റ് 15 നമ്മളെല്ലാം വെള്ള കാണുമ്പോൾ തന്നെ മനസ്സിന് നമ്മൾ പല കളറും കാണുമ്പോൾ നമ്മൾ പറയാം പല കളറും നല്ല ഭംഗിയാണ്, പക്ഷേ വെള്ളയിൽ എല്ലാവരെയും കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അത്രയും നല്ല, എനിക്ക് എല്ലാവരും വൈറ്റിൽ കണ്ടപ്പോൾ എനിക്ക് നല്ല സന്തോഷം തോന്നി. പിന്നെ ഇതിൻ്റെ കൂടെയുള്ള സാജിത കേട്ടോ. ഇത് സാവിത്രി ചേച്ചിയാണ്, ഷോപ്പിൽ തന്നെ വർക്ക് ചെയ്യുന്നതാണ് ആൾ. ഫുഡൊന്നും കഴിക്കാതെ വളാഞ്ചേരിയിൽ നിന്ന് രാവിലെ പുറപ്പെട്ടാണ്. അപ്പോൾ ഞങ്ങളിതെല്ലാം കഴിഞ്ഞതിന് ശേഷം ആൾക്ക് ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞ് പോയതായിരുന്നു കേട്ടോ. ഇതാണ് നമ്മളെ ഷോപ്പ്. എന്നോട് യൂട്യൂബിലൊരു ഫ്രണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു തിരൂർ എവിടെയാണ് ഷോപ്പ്. ദായപാലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയൊരു മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. മാനേജേഴ്സൊക്കെ വരാനുണ്ട്. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ സെൽഫി, മെയിനായിട്ട് ഷോപ്പ് പോയാൽ എല്ലാവരും ഇതാണ് ഫോട്ടോസ് എടുക്കുക, അതൊക്കെ തന്നെയാണ് നമ്മുടെ മെയിൻ കേട്ടോ. അതൊക്കെ ഒരു സന്തോഷമല്ലേ അല്ലേ. ഇത് ഞങ്ങളെ സൗകര്യ ദിവ്യാണ് കേട്ടോ. ആളെ പാട്ട് പാടാണ്. ആളെ പാട്ട് കേട്ടിട്ട് മാനേജേഴ്സൊക്കെ നോക്കുന്നുണ്ട്, ശരത് സാറൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷേ ആൾ ആദ്യമായിട്ട് പാടുകയല്ലേ, അപ്പോൾ അതിൻ്റെ നോട്ടൊക്കെ ശരത് സാറെ മുഖത്ത് കാണുന്നുണ്ട് കേട്ടോ. ആൾ ചിരിച്ചിട്ടാണ് ഇരിക്കുന്നത്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ഞങ്ങളെല്ലാവരും ഇതേപോലെ സാർ അതേപോലെ തന്നെ ഇങ്ങനെ പാടുമോ എന്നുള്ളത് നിങ്ങൾ കേട്ട് നോക്ക്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു നമ്മളൊരു പായസമൊക്കെ കുടിച്ചു, അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ്. അപ്പോൾ ബ്രദറിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് പർച്ചേസിങ് കാര്യങ്ങൾ, അവനക്കുള്ള കേക്ക് കാര്യങ്ങൾ. അതിൻ്റെ ഇടയിൽ ഞാനൊരു കേക്ക് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇത് കഴിക്കാൻ പറ്റൂലേ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കഴിച്ചപ്പോൾ ഞാൻ ഹസ്സിനോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അതായിരുന്നു, ഭയങ്കര മധുരം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. പക്ഷേ ഞാൻ ഫുള്ളിരുന്ന് കഴിച്ചതാണ്. എൻ്റെ മുഖത്ത് കിട്ടുക. കേക്കൊക്കെ വാങ്ങിച്ചു നമ്മൾ കാറിൽ വെച്ചിരുന്നു. ആൾ സർപ്രൈസ് കൊടുക്കുകയാണല്ലോ, അറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ കേക്ക് വാങ്ങിച്ചു വീട്ടിലെത്തി. അപ്പോൾ ഓക്കെ ബൈ. നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.